സ്പെൻഡ് ലെസ് ദാൻ യു ഏൺ. അല്ലെ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം എത്രയാണോ അതിനേക്കാൾ എത്രയോ കുറവായിരിക്കണം നമ്മൾ ചെലവാക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ നമ്മുടെയൊക്കെ എത്ര ആൾക്കാരുടെ ലൈഫിൽ അത് സംഭവിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ അടക്കം പറയുന്ന ഒരു കാര്യമാണ്. ഞാനൊരു പാവപ്പെട്ട ഫാമിലിയിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയാം അവർ ഭയങ്കര റിച്ച് ആയ ആൾക്കാരാണെന്നുള്ളത്. അല്ലെ, അപ്പൊ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഫിനാൻഷ്യലി ഉള്ള ആ ഒരു കാറ്റഗറീസ് വെച്ചിട്ട് ഇങ്ങനെ കുറെ പറയാല്ലേ. അപ്പൊ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരിക്കലും ഒരു നല്ലൊരു ലെവലിലേക്ക് പൈസ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആക്കി കൊണ്ടുവരാൻ പറ്റാറില്ല. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ താണു പോകണു, അല്ലെ നമ്മളെ കൊണ്ട് ഇത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവുന്നു. അല്ലെ, ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് തന്നെ വെച്ച് പറയാട്ടോ. എന്റെ ലൈഫിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ അച്ഛൻ ഒരു വളരെ കൂലിപ്പണിക്കാരനാണെന്നും ഒരു സാധാരണ ലൈഫ് ജീവിച്ചു പോയ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പോർ ഫാമിലിയിലാണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഉള്ളിൽ ഞാൻ ജീവിച്ചൊരു ജീവിതം വെച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി പൂവറാണ് എന്നുള്ളത് ചിലപ്പം നാട്ടുകാരോ കുടുംബക്കാരോ പറയുമായിരിക്കും. പക്ഷെ ജീവിത സാഹചര്യം വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ജീവിച്ചത് വെച്ച് ഞാൻ ഇപ്പൊ പറയും, എന്റെ അച്ഛൻ വളരെ പൂവർ ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല എന്നുള്ളത്. അതെന്താണെന്നറിയോ ഞാൻ അങ്ങനെ പറയാനുള്ളത്? നമ്മൾ ഈ പൂവറിനൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്നത് ചില ആൾക്കാർ ഭയങ്കര ഒരു വലിയ വീട്, വലിയ കാറ്, ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ആഷ് പൂഷ് ആയിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ അവരൊക്കെ ഭയങ്കര പണക്കാരും, അല്ലാതെ ജീവിക്കുന്ന സാധാരണക്കാരെല്ലാരും പൂർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പണമില്ലാത്ത ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്റെ അച്ഛൻ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെയും കല്യാണം കഴിപ്പിച്ച് അയച്ചു. രണ്ടുപേർക്കും ഒരു 15 പവനോളം തന്നിട്ടാണ് കല്യാണം കഴിപ്പിച്ച് അയച്ചത്. അച്ഛൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അച്ഛന് കൂലി ഓരോ ദിവസം കിട്ടുന്നത് വെച്ചിട്ടാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തു വരുന്ന സമയത്തും അച്ഛൻ ഒരാൾ പോലും, ഒരു ഫാമിലി പോലും, പലപ്പോഴും നമുക്ക് കുടപ്പുറപ്പായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഗോൾഡും കാര്യങ്ങളൊക്കെ തല്ലേ, ഒന്നും ഒരാളും തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ലൈഫ് ജീവിച്ചു വന്ന നമ്മൾ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് പലപ്പോഴും എന്തൊക്കെ കല്യാണം ഇത്രയൊക്കെ പൊന്നു കൊടുക്കും, അങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നോക്കിക്കാണുന്നത് അവർ പൂവറ ഭയങ്കര പാവപ്പെട്ട, പക്ഷേ നമ്മൾ ജീവിക്കുന്ന ജീവിതാട്ടോ നമുക്ക് നമ്മൾ പൂവറാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാന്നുള്ളത്. ഇപ്പൊ ഞാൻ എന്റെ അച്ഛൻ നമ്മളെ ഇത്രത്തോളം എത്തിച്ചേർന്നിരിക്കും, അച്ഛൻ അത്ര പൂവറൊന്നുമല്ല, ഒരു നോർമൽ ലൈഫൊക്കെ പോകുന്ന അത്യാവശ്യം ഫിനാൻഷ്യലി കുഴപ്പമില്ലാതെ പോയ ഒരാളാണ് ഞാൻ എന്റെ നെഞ്ചത്ത് കൈ വെച്ച് പറയട്ടോ. കാരണം അച്ഛൻ ജീവിച്ച ജീവിതത്തില് അച്ഛന് ആരടുത്ത് കൈ നീട്ടിട്ടില്ല. നമ്മളൊരു പണത്തിന് വേണ്ടി നമ്മൾ നാലടുത്ത് പോയിട്ട് കൊട്ടേണ്ടി വരുമ്പോഴാണ് നമ്മൾ പാവപ്പെട്ടവരാവുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബാങ്കിൽ ലോണ് കാര്യങ്ങളൊക്കെ ആക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ പാവപ്പെട്ടനാവുന്നത്. നമുക്കൊരു ബേർഡൻ, നമുക്കൊരു ലാബിലിറ്റി വരുമ്പോഴാണ് നമ്മൾ പാവപ്പെട്ടനാവുന്നത്. നമുക്ക് താമസിക്കാൻ ഒരു വീടില്ല, നമ്മൾ മറ്റുള്ളവരടുത്ത് ഇവിടെ ഞാൻ താമസിച്ചോട്ടെ എങ്ങനെയൊക്കെ ചോദിച്ചു നടക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ പാവപ്പെട്ടനാവുന്നത്. അപ്പം നമ്മളെ ലൈഫിൽ നമ്മളൊരു കൂലിപ്പണിക്കാരനാണെങ്കിലും അവന് മര്യാദക്ക് ജീവിക്കാൻ, അല്ലെങ്കിൽ അവന്റെ ഫിനാൻഷ്യൽ മര്യാദക്ക് എടുത്തു വെക്കാൻ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരാരും പൂറല്ല, അവരാരും ഞാൻ പൂറായിട്ട് പറയില്ല. പിന്നെ ചില ആൾക്കാർക്ക് പൈസയെ മൾട്ടിപ്ലൈ ചെയ്ത് വളരെയധികം പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള മില്യണർ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഈ ലോകത്തുണ്ട്. അത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിൽ മിഡിൽ ക്ലാസ്സും പൂറായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ. അല്ലാതെ നമ്മൾ ഈ ഭയങ്കര സമ്പന്നരായിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. കാരണം അങ്ങനെ എന്താ പറയാ, ഫിനാൻഷ്യലി സ്കില്ലോടുകൂടെ അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അതെന്ന് പറയുന്നത് ഒരു ബിഗ് സ്കില്ലാണ്. അതിനെ എങ്ങനെ നമുക്ക് കിട്ടുന്ന പൈസയെ ഡെവലപ്പ് ചെയ്യാം, അത് എല്ലാ അർത്ഥത്തിലും ഉണ്ട് കേട്ടോ. ചിലപ്പം ഫാമിലി പരമായിട്ട് അത്രയും ക്യാഷ് ഉണ്ടാവും, അതിനായിരിക്കും മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ചെറിയൊരു കാര്യം വെച്ചായിരിക്കും അത്രയും മനക്കട്ടിയോടുകൂടെ ഒരു പൈസയെ എങ്ങനെ ഡബിൾ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് വരുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ള മില്യണറീസ് ഉണ്ടെങ്കിൽ പോലും നമ്മളിൽ പലരും ഇന്ന് ജീവിക്കാൻ കുഴപ്പമില്ലാത്തൊരു സ്ഥിതിയിലാണെങ്കിൽ ആരും പോറല്ല. പക്ഷേ പലപ്പോഴും പലരും ലൈഫ് മുന്നോട്ട് പോകുന്നത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കാം. ഈ സാധാരണ പൂറായിട്ടുള്ള പാവപ്പെട്ടവരായ നമ്മളെ പോലെയുള്ളവർ പലരും ജീവിച്ചു പോകുന്നത് ഭയങ്കര സ്ട്രഗിൾ ആയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്? ഇത് നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉള്ളത് കൊണ്ടാട്ടോ നമ്മൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പം നമ്മൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഈ ഒരു 3 കാര്യം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു 3 കാര്യം ഈ ഒരു 3 മിസ്റ്റേക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യലി ഈ കാര്യം നിങ്ങൾ എടുത്ത് കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിന് ഒരു അപ്ഗ്രേഡ്, അല്ലെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. മസ്റ്റ് ആയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കേൾക്കാം. ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അച്ഛൻ പൂറല്ല, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടനാണെന്ന് ഞാൻ പറയില്ല എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്റെ അച്ഛൻ സ്ട്രഗിൾ ചെയ്ത ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അവന്റെ ഫാമിലിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. ലൈഫിൽ ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താ പറയുക, നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ആൾക്കാരിൽ വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണോ, നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നോ ആ വർക്കിൽ നിങ്ങൾ സ്റ്റക്ക് ആണ്.
ഇപ്പൊ ഞാൻ എന്റെ അച്ഛനെ വെച്ച് തന്നെ പറയാം. അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ജോലി സാധാരണ കല്യാണം കഴിച്ച് വന്ന സമയത്ത് അച്ഛൻ മില്ലില് പൊടിക്കുന്ന ഒരാളായിരുന്നു. അച്ഛന് അമ്മയും അങ്ങനെ ലൈഫും നല്ല രീതിയിൽ കൊണ്ടുപോയി. പക്ഷെ ചേച്ചിയെ ജനിച്ചതിന് ശേഷം അച്ഛന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് എന്റെ അച്ഛൻ പോളിഷ്, നമ്മളെ മരം ഒക്കെ പോളിഷ് ചെയ്യുന്നില്ലേ, ആ ഒരു പണി പഠിച്ചു തുടങ്ങിയത്. പിന്നീട് ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് അച്ഛൻ എന്ന് പറയുന്ന ആള് ഏതൊരു ഏതൊരു വ്യക്തിക്കും വിളിക്കാൻ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരാളായി. ഉം അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ആ പണി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അതില് സാധാരണ ലോ കോസ്റ്റ് അല്ല പൈസ മേടിക്കുന്ന ഒരാളാണ് എന്റെ അച്ഛൻ. പിന്നീട് വർഷങ്ങളോളം എന്റെ അച്ഛൻ എടുത്ത പണിയിലെ അച്ഛന്റെ ആ ഒരു എന്താ പറയണ്ട, അതിൽ കൊടുക്കുന്ന ഒരു ആത്മാർത്ഥത ഇല്ലേ, അതിന്റെ പേരിൽ അച്ഛന്റെ ലൈഫിനെ അച്ഛനെ ആ എന്നെക്കാളും മുതിർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വാങ്ങുന്ന പൈസ എനിക്ക് വാങ്ങണം എന്നുള്ള തോന്നൽ എന്റെ അച്ഛൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്റെ അച്ഛൻ പിന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അച്ഛൻ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ തുടങ്ങി. അച്ഛന്റെ പണി, അച്ഛന്റെ ഫിനിഷിങ് വളരെ ബ്യൂട്ടിഫുൾ ആവാൻ തുടങ്ങി. അപ്പം അച്ഛന്റെ ആ ഒരു ഗ്രേഡ് മാറി. അപ്പൊ അച്ഛന് കിട്ടുന്ന പോസ്റ്റും അച്ഛന് കിട്ടുന്ന പൈസയുടെ എല്ലാം ആ ഒരു റേഞ്ചേ മാറി തുടങ്ങി. പിന്നീട് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇന്ന് സ്കൂളിലെ കഴിഞ്ഞ കോളേജ് ലൈഫ് ഒക്കെ എത്തിയ സമയത്ത് അച്ഛനൊരു ഡിമാൻഡഡ് ഉള്ള ആളായിട്ടോ. വിജയേട്ടനെ വിളിക്ക്, വിജയേട്ടൻ ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ എന്നുള്ളത്. എന്റെ അച്ഛന് കുറച്ചുകൂടെ പ്രായമായില്ലേ, അപ്പൊ മേലെ ഒന്നും കയറി ചെയ്യാൻ പറ്റാത്ത, അച്ഛന് ഭയങ്കര BP ഉണ്ട്. അപ്പൊ മേലെ ഒന്നും കയറി ചെയ്യാൻ പറ്റാത്ത അച്ഛനാണെങ്കിൽ പോലും ഒരാളും അച്ഛനെ ഒഴിവാക്കില്ല. വിജയേട്ടനെ വിളിക്കുന്നു പറയും, അച്ഛനോട് താഴെയുള്ള പണികളൊക്കെ ചെയ്താൽ മതി, മുകളിലൊന്നും കയറണ്ട, പക്ഷെ വിജയേട്ടൻ വരണം. കാരണം അച്ഛന്റെ പണിയുടെ ഫിനിഷിങ് അതില് അച്ഛനിൽ ഞാൻ കണ്ട ഒരു കാര്യം, അച്ഛൻ എന്ന് പറയുന്ന ഒരു പണിക്കാരൻ അതിനെ എത്രത്തോളം ഡെവലപ്പ് ചെയ്തെടുത്തു, അച്ഛന്റെ സ്കില്ലിനെ അച്ഛൻ എത്രത്തോളം ഡെവലപ്പ് ചെയ്തെടുത്തു, എത്രത്തോളം അതിന്റെ ഗ്രേഡ് കൂട്ടി എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനും ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ അവിടെ ഇങ്ങനെ സ്റ്റെക്ക് ചെയ്തിരിക്കും. എന്തെങ്കിലും ചിലപ്പോൾ ഒരു സെയിൽസ് മാനോ സെയിൽസ് എന്തായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന പണിയിൽ കുറച്ചും കൂടി നമ്മൾ അപ്ഗ്രേഡ് ആവാനും കുറച്ചും കൂടി നമ്മൾ അതിൽ കൂടുതൽ നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ നമ്മുടെ പെർഫോമൻസ് കൂടുട്ടോ. നമ്മൾ ചെയ്യുന്ന നമ്മുടെ മേലെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നമുക്കൊരു അനദർ ഒരു എന്ത് തരും, ഓപ്പർച്യൂണിറ്റി നമുക്ക് തരാതിരിക്കില്ല. അതേപോലെ തന്നെ ചില ആൾക്കാർ ചില വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ ഇപ്പൊ ഞാൻ എന്നെ യൂട്യൂബ് ചാനൽ പറയാം, ഈ പറഞ്ഞ പോലെ ഒരുപാട് ടീച്ചേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവര് ടീച്ചറായിട്ട് പോയതിനു ശേഷം ഇതിൽ വന്നിട്ട് യൂട്യൂബിൽ ഒരുപാട് അവരുടെ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. എന്താ ഒരു അനദർ ഇൻകം ആണ്, അവർ വാങ്ങുന്നുണ്ട് ഒരു സാലറി, പക്ഷെ അതിന്റെ കൂടെ അവർ വേറൊരു കാര്യം കൂടെ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ സാധാരണ ഞാനൊരു പണിയെടുക്കുന്ന ആ പണി തന്നെ എടുത്ത് ഞാൻ എൻ്റെ കുടുംബം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി കൊണ്ടുപോകുന്നു ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഉള്ളത് വളരെ തെറ്റാണ്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് പലരും സാധാരണക്കാരുടെ ഇടയിൽ. അതാണ് അവരുടെ ലൈഫിലേക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് വരാത്തെ, അവരുടെ ലൈഫിലേക്ക് പണം കൂടി വരിക. അല്ലെങ്കിൽ നമ്മളിപ്പം പറയുന്നില്ലേ, പണ്ടൊക്കെ 1 രൂപക്കാണ് അരി കിട്ടുമായിരുന്നു, പക്ഷെ ഇന്ന് 35-40 രൂപ കൊടുക്കണം. അപ്പൊ പണത്തിന്റെ ഒക്കെ മൂല്യം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ നമ്മൾ ഇരുന്നാ ഒരിക്കലും നമുക്കൊരു നല്ല രീതിയിലേക്കുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു വർഷം കഴിയുന്നവരും ചിലപ്പോൾ ആദ്യം പണിയെടുക്കുമ്പോൾ സാധാരണ ഒറ്റത്തടി ആയിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. രണ്ടാമത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്ട്രഗിൾ ആയി നിങ്ങളുടെ ലൈഫ്. മൂന്നാമത് നിങ്ങൾക്ക് കുട്ടികളായി, നിങ്ങൾക്ക് ഭയങ്കര ടൈറ്റ് ആയി, ഒരു വർഷം അവിടെ നിന്ന് ഇവിടെ നിന്ന് കടം വാങ്ങുക, എല്ലാം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെയോ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. ആ സമയത്ത് നമുക്ക് ആവശ്യം എന്തെന്ന് അറിയോ, നമുക്ക് എക്സ്ട്രാ മണി എന്നാണ്. നമ്മൾ ലൈഫിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏൺ ചെയ്യുന്നതിൽ ഒരു ഭാഗമെങ്കിലും നമ്മൾ ചെലവ് കുറവായിരിക്കണം. ഒരു ഭാഗമെങ്കിലും നമുക്ക് സേവിങ്ങിലേക്ക് പോകുമ്പോൾ മാത്രമേ നിങ്ങളുടെ പണം ഡെവലപ്പ് ആവുള്ളൂ, നിങ്ങൾക്കത് കൂടി വരുള്ളൂ, നിങ്ങളുടെ ലൈഫിൽ കുറച്ചെങ്കിലും എവിടെയെങ്കിലും ഒരു പണം ഉണ്ടാവുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഒന്നും ഇല്ലായ്മയിൽ നിന്നും എങ്ങനെയെങ്കിലും കരകയറുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്നത്, നിങ്ങൾ എന്ത് സ്കില്ലാണോ നിങ്ങളുടെ ലൈഫിൽ ഉള്ളത്, നിങ്ങൾ എന്ത് പണി ആയിക്കോട്ടെ, അത് നിങ്ങൾ പിന്നെയും ഡെവലപ്പ് ചെയ്യുക, അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ചും കൂടെ പെർഫോം ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്പർച്യൂണിറ്റീസ് വരും കേട്ടോ. അതിന് കൂടെ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം കേട്ടോ. അതേപോലെ ലേൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ പൈസ നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കണം, അല്ലാതെ നമ്മൾ ഉണ്ടാക്കുക നമ്മുടെ കുടുംബത്തിന് വേണ്ടി കളയുക അങ്ങനെ അല്ല എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നുണ്ട് നാളെ ഉണ്ടാവണം എന്നില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങളിപ്പോ ഇന്നിപ്പോ ജനിച്ചു 1 വയസ്സ്, നിങ്ങളിപ്പം അടുത്ത 2 വയസ്സിലല്ലല്ലോ മരിക്കുന്നത്, നിങ്ങളൊരു 80-90 വയസ്സാവാം. ചില ആൾക്കാർ അതിന്റെ ഇടയിൽ എന്തായാലും ഓരോ വർഷം ജീവിക്കണല്ലോ, അതിന്റെ ഇടയിൽ നിങ്ങൾ കുറെ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കണ്ടല്ലോ, വൈഫ് ഉണ്ടാവും, കുട്ടികൾ ഉണ്ടാവും, അപ്പൊ ഇവരൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പം ഇന്ന് ഞാൻ ഉള്ളൂ നാളെ ഇല്ല എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. പൈസ നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടത് നിങ്ങളുടെ അത്യാവശ്യം തന്നെയാട്ടോ.
അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് പൊങ്ങാത്ത അത്രയുള്ള കടം വാങ്ങി കൂട്ടാന്നുള്ളത്. ഇത് പലരും ചെയ്യുന്നവരാട്ടോ. പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കേട്ടോ. നമ്മുടെ പാരന്റ്സ് നമുക്ക് കടം വാങ്ങി വെക്കുക, അല്ലെങ്കിൽ അവര് വീടെടുക്കാനൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തീർക്കാണ് ഇന്നത്തെ മക്കൾ. ഇപ്പം എന്റെ ഇവിടെയൊക്കെ ഹസ്ബൻഡ് ഈ വീടെടുക്കുന്ന കാര്യങ്ങളൊക്കെ, നമ്മുടെയൊക്കെ മാരേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ആളൊക്കെ കടവും വീടെടുക്കുന്നതിൻ്റെതായ രീതി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. അപ്പൊ നമ്മള് പാരന്റ്സ് അല്ലെങ്കിൽ നമ്മൾ മുമ്പുള്ള ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ള കടങ്ങൾ തീർക്കാനാണ് ഇന്നത്തെ മക്കൾ, ഇപ്പം വളർന്നു വന്നിട്ടുള്ള മക്കൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലി ആയിട്ടിരിക്കുന്ന മക്കൾക്ക് പലർക്കും സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഈ 30-35 വയസ്സിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി വെച്ച് കടം തീർക്കുന്ന മക്കൾക്ക് എങ്ങനെ റിച്ച് ആവാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പണം സമ്പാദിക്കാൻ പറ്റും? അവർക്ക് അവരുടെ പാരന്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബാധ്യത തീർക്കാൻ തന്നെ ഒരുപാട് ടൈം വേണം, പിന്നീടിനെ അവരുണ്ടാക്കുന്നതും. ഈ പറഞ്ഞ പോലെ നമ്മളെ ലൈഫിൽ നമുക്ക് ഇത്രയാണ് വരുമാനം ഉള്ളത്, ഈ വരുമാനത്തിനെ അടിച്ചു തീർക്കുന്നതിനേക്കാൾ പൊങ്ങാത്ത കട നമ്മൾ മേടിക്കാം. അതിന് ഏറ്റവും ആവശ്യകത എന്ന് പറയുന്നത് വീട് എടുക്കുക, അതേപോലെ വെഹിക്കിൾ, ഈ വക കാര്യങ്ങളൊക്കെ. നമ്മൾ ചിന്തിക്കണം, നമ്മളെ ലൈഫിൽ ഈ സാധാരണക്കാരായ ആൾക്കാരുടെ ഒരു വിചാരമുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട് കെട്ടുക, ഈ വക കാര്യങ്ങളൊക്കെ. ശരിക്കും അങ്ങനെയല്ല. നമ്മളെ ലൈഫിൽ നമുക്കൊരു സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ആ സാലറിന്റെ ഒരു പെർസെന്റേജ് നമ്മളെ ലൈഫ് ജീവിക്കാനുള്ളതാ. അതിന്റെ ഒരു പെർസെന്റേജെങ്കിലും നമ്മൾ സേവ് ചെയ്യണം. എന്നിട്ട് കുറച്ചൊരു പെർസെന്റേജിങ് മാത്രമാണ് ഒരു ലോണിലേക്കൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ജീവിക്കാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനും പറ്റുന്നില്ല, എല്ലാം കടമടിച്ച് തീർക്കലാണ് എന്നുള്ള രീതിയിൽ പോവാണെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫ് എപ്പോഴാണ് ഇത് നന്നായി കാണാൻ പറ്റുക? അപ്പൊ അങ്ങനെ ഒരു കട എടുത്തിട്ട് ഒരിക്കലും നമ്മൾ വീടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ നിൽക്കരുത്. നമ്മളുടെ കയ്യിൽ കുറച്ചൊരു സേവിങ്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ചെറിയൊരു പെർസെന്റേജ് ഓഫ് ലോൺ ഒക്കെ എടുക്കുന്നതുകൊണ്ട്, കാരണം എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീടെടുക്കാൻ പോകുമ്പോഴേക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചത് മേടിക്കാൻ പോകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പ്രായമായേനെ. പക്ഷേ നമ്മൾ ഏൺ ചെയ്യും കുറച്ച് പെർസെന്റേജെങ്കിലും നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട് കേട്ടോ. നമ്മളൊക്കെ 90s കിഡ്സ് അല്ലേ. അപ്പൊ നമുക്ക് മുമ്പിൽ നമ്മളൊരു കാലം, നമ്മുടെ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാം ആഗ്രഹിച്ചൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല സാധാരണക്കാരന്റെ ലൈഫിൽ. അപ്പൊ നമ്മളെ കുട്ടിക്ക് നമ്മൾ എല്ലാം പ്രൊവൈഡ് ചെയ്യും. നമ്മൾക്ക് അയ്യോ അവനത് ചോദിച്ചില്ല സാറേ, എന്റെ കുട്ടിക്കാലത്തൊന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അവനത് കൊടുക്കാന്ന് വെച്ചാൽ എല്ലാം പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പക്ഷെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ അവരോട് ചോദിക്കുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ ടീനേജിൽ എത്തുമ്പോൾ അവർ ചോദിക്കുന്ന വലിയ വലിയ കാര്യങ്ങളായിരിക്കും, വണ്ടികളായിരിക്കും, കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേ ആയിരിക്കില്ല സാധാരണക്കാരനായ ലൈഫിൽ. അപ്പം ആ സമയത്ത് നമുക്ക് കുട്ടികളെ തിരുത്താനും പറ്റില്ല. ടീനേജേഴ്സ് എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ആ ഒരു സമയത്ത് അവർ ചെയ്യേണ്ടത് അവർ ചെയ്യും. അത് അവരുടെ ഹോർമോൺ പ്രശ്നമാണ്. അപ്പൊ കാലത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഉപദേശവും നല്ല രീതിയിലുള്ള ശിക്ഷണവും കൊടുത്ത് നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കി വളർത്തിയാൽ മാത്രമേ ടീനേജിൽ ആ ഒരു ചിന്ത അവർക്ക് ഉണ്ടാവുള്ളൂ. ബിക്കോസ് അങ്ങനെ ഒരു ബ്രെയിനിൽ അങ്ങനെ ഒരു വളരലുണ്ട്, അച്ഛനും അമ്മയും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നലിൽ വളർത്തുക. അല്ലാതെ ആ ചെറിയ പ്രായത്തില് കുട്ടിയല്ലേ, അവർ ചോദിക്കുന്നതൊക്കെ കൊടുക്കുക. ടീനേജിൽ അവരോട് നീ ചിന്തിക്ക്, അച്ഛനില്ല അമ്മയ്ക്കില്ല നീ ചിന്തിക്കുന്നു പറഞ്ഞാൽ അവർ കേൾക്കില്ല കേട്ടോ. അപ്പൊ നമ്മൾ കുട്ടിപ്രായം തൊട്ടേ അവരിൽ അത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളാണ് വളർന്നത്, നമ്മളെല്ലാവരും ഇങ്ങനെയാണ് വളർന്നു വന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നമ്മുടെ ഫ്രണ്ടിന് അതുണ്ട്, അതുപോലെ എനിക്കും വേണം, അവൻ ബൈക്ക് എടുത്തിട്ടുണ്ട് എനിക്കും ബൈക്ക് വേണം. അപ്പൊ നമുക്ക് ഇല്ലാത്തൊരു കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ വാങ്ങിക്കൂട്ടേണ്ടി വരും. ഇത് നമ്മളൊരു കടക്കെണിയിൽ എത്തിക്കും കേട്ടോ. അത് ചിലപ്പോൾ പാരന്റ്സ് എത്തേണ്ടി വരും. ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരിങ്ങനെ ഷോ കാണിക്കാൻ, അത് നല്ലൊരു ഐഫോൺ ഉണ്ട് എനിക്ക് അതുപോലെ വേണം. അപ്പൊ അവരുടെ ലൈഫിലും മറ്റുള്ളവരെ ഷോ കാണിക്കാനായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ വല്ലാതെ ബുദ്ധിമുട്ടും. അപ്പം അവര് ഒരു കാരണമില്ലാതെ ഒരുപാട് കടം വാങ്ങി കൂട്ടിയിട്ടൊക്കെ സാധനങ്ങൾ മേടിക്കേണ്ടി വരും. അവരുടെ ബാങ്ക് ബാലൻസിൽ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ളവരാണ് പിന്നെ വളർന്നിട്ട് ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ അവർ പിന്നെയും സാധാരണക്കാരൻ അല്ലെങ്കിൽ പണമില്ലാത്തവൻ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് നമ്മൾ ബഡ്ജറ്റ് ട്രാക്കിംഗ് ആണ്. ഇത് മസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പൈസ നമുക്കൊരു സാലറി കിട്ടി, എനിക്ക് അത് മേടിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ലോൺ അടയ്ക്കണം, അതൊക്കെ എല്ലാം ചെയ്തു അവസാനം ഒന്നുമില്ല. പിറ്റത്തെ മാസം ഒന്നുമില്ല, പിറ്റത്തെ മാസം ഇങ്ങനെ ഒന്നുമില്ല. ഇനി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ എടുക്കുമ്പോൾ ഞാൻ എന്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ നമ്മളുടെ ബഡ്ജറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതിൽ വേരിയേഷൻസ് വരുത്താൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ വരുമാനം വേണ്ടി ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചു. അതിന്റെ കൂടെ തന്നെ ആ മന്ത് എൻഡ് വരെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെലവുകളൊക്കെ എഴുതി വെക്കുക. നമുക്ക് ലൈഫിൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യുന്ന പോലെ എഴുതി വെച്ച പോലെ ഒന്നും നടക്കില്ല. നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചെലവുകൾ വരും. അതൊക്കെ നിങ്ങൾ ആ മാസം ഓരോ സമയത്ത് സംഭവിക്കുന്നതനുസരിച്ച് എഴുതി വെക്കാം. എൻഡ് ഓഫ് ദ മന്ത് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം നിങ്ങളെ വരവിനേക്കാൾ കൂടിയോ കുറഞ്ഞോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മുഴുവൻ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇനി അടുത്ത മാസം എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഓരോ മാസവും ട്രാക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സേവിങ്സിൽ നിന്ന് മറ്റൊരു എമൗണ്ട് വരും. അത് സേവ് ചെയ്യാൻ പറ്റും.
സേവ് ചെയ്യുക മാത്രമല്ല സേവ് ചെയ്തിട്ട് അത് മൾട്ടിപ്പിൾ ആക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ പഠിക്കാം. ഇതൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞു തരാൻ അറിവുള്ള ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഞാനൊരു പാവപ്പെട്ടവന്റെ മകനാണ് അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ടവന്റെ മകളാണ്, ഞാനും ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. കാരണം നമ്മളെ അച്ഛനും അമ്മയും ചിലപ്പോൾ സിറ്റുവേഷൻസ് കാരണം അങ്ങനെ ജീവിച്ചെങ്കിൽ, ഈ 90s എന്റെ അച്ഛനും അമ്മയും സാധാരണ ഒരു 10ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് ഒരു കൂലിപ്പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ എന്നെ ഡിഗ്രി എടുപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ ഒരു ഡ്രൈവർ ആണെങ്കിൽ ആ വ്യക്തിയെ വലിയൊരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ സ്റ്റേറ്റ് മാറി, നമ്മുടെയൊക്കെ എഡ്യൂക്കേഷൻ മാറി, നമ്മൾ വാങ്ങുന്ന സാലറിന്റെയും എല്ലാ കാര്യങ്ങളും മാറി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ലൈഫിൽ ഞാനൊരു പാവപ്പെട്ടന്റെ മകനാണ്, ഞാനും ഇങ്ങനെയാണെന്ന് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് ഇത് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റണം എന്ന്, പറ്റും മാത്രമല്ല പറ്റണം എന്നുള്ള ചിന്തയിൽ എല്ലാം ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ചിന്തിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ പാരന്റ്സിനെങ്കിലും അവരുടെ എന്ന് പറയുന്ന സമയം എത്തുമ്പോഴേക്കും നമ്മളെ മക്കളെ കണ്ടിട്ട് പ്രൗഡ് ആയിട്ട്, അല്ലെങ്കിൽ അവരൊരു ലെവലിലേക്ക് എത്തി എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ പേരിലെങ്കിലും അച്ഛൻ നല്ല ലെവലിലാണ് ജീവിച്ചു പോണേന്നെങ്കിലും പറയാനുള്ള ഒരു സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണം ഇല്ലാതെ ഒന്നും നടക്കില്ല. കാരണം വെച്ചാൽ പണത്തിനേക്കാളും വലുത് എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ പണം എന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും പണം എണ്ണിക്കൊടുത്താൽ മാത്രമേ നമ്മുടെ അസുഖം അവർ നോക്കുള്ളൂ, ഇല്ലെങ്കിൽ നോക്കില്ല. ഈ സിറ്റുവേഷൻസ് ഇരുന്നവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പണം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ എന്താ പറയാ, ജോലി എടുത്ത് കയ്യിൽ മേടിക്കാൻ മാത്രമല്ല, നമ്മളെ അക്കൗണ്ടിൽ അവിടെ കിടക്കാനുള്ള ഒരു പവറും കൂടെ ഉണ്ടാക്കാന്നുള്ളതും കൂടെ നമ്മുടെ അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ എനിക്ക് വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് പോയി നോക്കി നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.